T.R. Krishnaswamy Iyer, 1890 to 1935. He had a lifespan of 45 years. T.R. കൃഷ്ണസ്വാമി അയ്യരെ കുറിച്ച് നമുക്ക് 3 ഫാക്ടുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തേത്, ഉപ്പ് സത്യാഗ്രഹ സമയത്ത് പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്കുള്ള ജാഥ നയിച്ചത് T.R. കൃഷ്ണസ്വാമി അയ്യരായിരുന്നു. ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് പറഞ്ഞു തരാം. ഉപ്പ് സത്യാഗ്രഹം ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ടിന്, അതായത് ഉപ്പ് നിയമത്തിന് എതിരായി നടന്ന സമരമാകുന്നു ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് എടുക്കുന്നതിൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതെ ഉപ്പ് കുറയ്ക്കിയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഇതായിരുന്നു ഉപ്പ് നിയമം. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ട്. ഈ ഒരു ഉപ്പ് നിയമം ലംഘിക്കുവാനായി 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്യായമായ നിയമങ്ങൾ സമാധാനപരമായി എതിർക്കുകയും ലംഘിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 മാർച്ച് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികൾക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച വർഷവും ഡേറ്റും 1930 മാർച്ച് 12 എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു? 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു അന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. ഈ ഒരു സമരയാത്രയിലുടനീളം 100 കണക്കിന് ആളുകൾ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അണിചേരുകയുണ്ടായി. 1930 ഏപ്രിൽ 5 ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 24 ദിവസം കൊണ്ട് 390 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ചത്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഒരു വർഷവും ഡേറ്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഈ ഡേറ്റുകൾ മറന്നുപോകാതെ കൃത്യമായി ഓർത്തു വെക്കുക. മാർച്ച് 12 ആരംഭിച്ചു, ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തിന് പോകും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഒന്ന് വായിക്കാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എന്റെ ജഡം ഞാൻ സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡി യാത്രയിലെ, അതായത് ഉപ്പ് സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹികൾ തൂവള്ള ഖാദി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് ദണ്ഡി മാർച്ചിനെ വെണ്മയുടെ ഒഴുകുന്ന നദി എന്ന് പറയപ്പെടുന്നു. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നിരുന്നു. കേരളത്തിൽ കണ്ണൂരിലെ പയ്യന്നൂരിലും കോഴിക്കോട്ടെ ബേപ്പൂരിലും എന്നിവിടങ്ങളിലായി ഉപ്പ് സത്യാഗ്രഹം നടന്നിരുന്നു. 1930 ഏപ്രിൽ 13 കെ കേളപ്പൻ നയിച്ച കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. 32 പേരായിരുന്നു കെ കേളപ്പനോടൊപ്പം ആ യാത്രയിൽ ആദ്യം അണിചേർന്നത്. പിന്നീട് യാത്രയിലുടനീളം 100 കണക്കിന് ആളുകൾ അതിനെ അഭിഗമിക്കുകയുണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രധാന വേദി പയ്യന്നൂരായിരുന്നു. പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നു. കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് പറയുവാനുള്ള കാരണം, ഗുജറാത്തിലെ ബർദോളിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുള്ള പല സമരങ്ങളും കണ്ണൂരിലെ പയ്യന്നൂരിലും സമാനതകളോട് കൂടി നടക്കുകയുണ്ടായി. അത് കാരണം കൊണ്ടാണ് കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു വരിക വരിക സഹചരെ എന്നത്. ഗാന്ധിജിയുടെ ദണ്ഡി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു രഘുപതി രാഘവ രാജാറാം. വരിക വരിക സഹചരെ എന്നുള്ള ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയായിരുന്നു. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതായത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് T.R. കൃഷ്ണസ്വാമി അയ്യർ ആകുന്നു. T.R. കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട്ടെ തന്റെ ശിവഗിരി ആശ്രമത്തിൽ നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിരുന്നു പയ്യന്നൂർ. ഈ പയ്യന്നൂർ സത്യാഗ്രഹം, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 21 പയ്യന്നൂരിലെത്തി. 1930 ഏപ്രിൽ 23 ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഡേറ്റുകൾ മറന്നു പോകരുത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13 1930 ഏപ്രിൽ 21 പയ്യന്നൂർ കടപ്പുറത്തിലെത്തി. 1930 ഏപ്രിൽ 23 കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചു. എന്നാൽ ദേശീയ തലത്തിലുള്ള ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റും ഇതോട് ക്ലാഷ് ആവരുത്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12 പിന്നീട് 1930 ഏപ്രിൽ 5 ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12, ദണ്ഡി കടപ്പുറത്ത് എത്തിയ ഡേറ്റ് 1930 ഏപ്രിൽ 5, ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. അപ്പോൾ മാർച്ച് 12, ഏപ്രിൽ 5, ഏപ്രിൽ 6 വർഷമെല്ലാം സെയിം ആണ്, 1930. എന്നാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി സംബന്ധിച്ചുള്ള ഡേറ്റ് പറയാം, വർഷം സെയിം തന്നെയാണ്, 1930 തന്നെയാണ്. എന്നാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 13 പയ്യന്നൂരിലെ കടപ്പുറത്ത് എത്തിയത് ഏപ്രിൽ 21 പയ്യന്നൂരിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ 23 അപ്പോൾ ഏപ്രിൽ മാസങ്ങളിലാണ് കേരളത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഏപ്രിൽ 13, ഏപ്രിൽ 21, ഏപ്രിൽ 23. എന്നാൽ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളായിട്ടാണ്. മാർച്ച് 12 തുടങ്ങി, ഏപ്രിൽ 5 എത്തിച്ചേർന്നു, ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ അത് മറന്നു പോകാതെ മാറിപ്പോകാതെ പ്രത്യേകം ബൈഹാർട്ട് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. താങ്ക് യു. കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, അതായത് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പോയിന്റ്സിലേക്ക് ഒന്ന് പോകാം. 1930 കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ ആയിരുന്നു.
പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട PC കുഞ്ഞിരാമൻ അടിയോടി 43 ദിവസത്തെ ഉപവാസത്തിനുള്ളിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. AKG അടക്കമുള്ള നേതാക്കൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ സാൾട്ട് ആക്ട്, അതായത് ഉപ്പ് നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് വർഷം മുതലാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് 1836 മുതലാണ് ഈ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ആ സമയം മുതലേ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല എതിർപ്പുകളും പല പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ആകെ തുകയായിട്ടാണ്, അതിൻ്റെ എല്ലാം ഒരു ആളിക്കത്തിൽ എന്നോളമാണ് 1930 ഗാന്ധിജി ഈ സമരത്തിന് നേതൃത്വം ഏറ്റെടുത്ത് ഇത്തരത്തിൽ അതിനെ പര്യവസാനിപ്പിച്ചത്. ഓക്കെ. അതുപോലെ 1924 കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയതും TR കൃഷ്ണസ്വാമി അയ്യരായിരുന്നു. കൽപ്പാത്തി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ്. കൽപ്പാത്തി സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രപ്രവേശനവും റോഡിലൂടെ നടക്കുന്നതിനുള്ള അവകാശവുമായി സംബന്ധിച്ച് നടന്ന സമരമാകുന്നു കൽപ്പാത്തി സമരം. ഈ ഒരു 1924 നടന്ന കൽപ്പാത്തി സമരത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരായിരുന്നു. അതുപോലെ ഹരിജന വിദ്യാർത്ഥികൾക്കായി ശബരി ആശ്രമം സ്ഥാപിച്ചതും TR കൃഷ്ണസ്വാമി അയ്യരാകുന്നു.